ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമീപകാലത്ത് വളരെ ദയനീയമായ പ്രകടനമാണ് ഇന്ത്യൻ ദേശീയ ടീം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിനോട് വരെ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഏഷ്യൻ കപ്പ് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഇന്ത്യയാണ് ഉള്ളത്. ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ 142 സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ ഉള്ളത്. ഇതേക്കുറിച്ച് പരിശീലകനായ ഖാലിദ് ജമീൽ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് റാങ്കിങ്ങിന് അത്ര വലിയ ഒരു പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊരു കുറച്ചു കാലത്തെ റിഫ്ലക്ഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് എന്നതൊക്കെ ഖാലിദ് ജമീൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ISL എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ റാങ്കിങ് കാര്യമാക്കേണ്ട, അത് കുറച്ചു കാലത്തെ റിഫ്ലക്ഷൻ ആണ്. എപ്പോഴും അതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല. പ്രാധാന്യം നൽകേണ്ടത് മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതിനാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ISL എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. ആവശ്യമായ കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം അത് താരങ്ങൾക്ക് നമ്മൾ ഒരുക്കി നൽകേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. തീർച്ചയായും ടീമിൻ്റെ ഡെവലപ്മെൻറ്റിന് സമയമെടുക്കും. ഞങ്ങൾ പോസിറ്റീവായി കൊണ്ട് തുടരണം. എന്നാൽ മാത്രമാണ് ട്രാക്കിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ഖാലിദ് ജമീൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോഴത്തെ റിസൾട്ടുകൾ കാര്യമാക്കേണ്ടതില്ല. ഇനി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പോസിറ്റീവായി നിലനിന്നുകൊണ്ട് ആ ഒരു ട്രാക്കിലേക്ക് മാറണം എന്നാണ് ഇന്ത്യയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ് ഇന്ത്യയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നുണ്ട്. മാർച്ച് 31-ാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക. അതായത് പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തുള്ള ഇന്ത്യ 5 മത്സരങ്ങളാണ് ഗ്രൂപ്പിൽ കളിച്ചിട്ടുള്ളത്. 2 സമനിലകളും 3 തോൽവികളുമാണ് ഇന്ത്യക്ക് ഇത്തവണ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.